ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം തന്നെയാണ് വേഗത്തിൽ തന്നെ മുടി നരച്ചു പോകുക എന്നുള്ളത്. അങ്ങനെ മുടി നരച്ചു പോകുമ്പോൾ കണ്ട കെമിക്കൽസൊക്കെ കടയിൽ നിന്ന് വാങ്ങി അപ്ലൈ ചെയ്ത് കുറച്ച് മാത്രം നരച്ച മുടി പിന്നീട് ഒരുപാട് നരയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും മാറുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ കല്ലുപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ കല്ലുപ്പൊക്കെ കരുതി വെക്കുമ്പോൾ ആ ഒരു കല്ലുപ്പിൽ വേഗത്തിൽ തന്നെ ഈറൻ അല്ലെങ്കിൽ നനവ് അനുഭവപ്പെടുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എത്ര ദിവസം കല്ലുപ്പ് വെച്ചാലും നനവ് അല്ലെങ്കിൽ ഈറൻ അനുഭവപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു ഐസ്ക്രീം സ്റ്റിക്ക് കരുതി വെച്ചാൽ മതിയാകും. ഈ മാസങ്ങളോളം കല്ലുപ്പ് വെച്ചാലും ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈറൻ അല്ലെങ്കിൽ നനവ് അനുഭവപ്പെടാണ്ട് കൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഫ്ലാസ്കിലൊക്കെ നമ്മൾ ചായയൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ദിവസം നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ആക്കിയിട്ടായിരിക്കും ഈ ഒരു ഫ്ലാസ്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുക. അങ്ങനെയുള്ള ഫ്ലാസ്കിൻ്റെ ഉൾഭാഗത്തുള്ള അഴുക്ക് എത്ര തന്നെ നമ്മൾ കഴുകിയാലും പോവുകയുമില്ല. മാത്രമല്ല ആ ഒരു ഫ്ലാസ്കിൽ നിന്നും ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടാകും. അങ്ങനെയുള്ള ഫ്ലാസ്കൊക്കെ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്ത് ഇച്ചിരി ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ബാഡ് സ്മെൽ ഉണ്ടെങ്കിലും അതൊക്കെ പോവുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് കയ്യെത്താത്ത ആ ഒരു ഫ്ലാസ്കിൻ്റെ അടിഭാഗത്തുള്ള അഴുക്ക് വരയ്ക്കും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇതുപോലുള്ള ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും ചുടുവെള്ളവും ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനും ബാഡ് സ്മെല്ല് പോക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിലേക്കായി വെച്ച് കൊടുത്തത് കല്ലുപ്പാണ്. അതിനുശേഷം ആ ഒരു കല്ലുപ്പ് പുറത്തേക്ക് വരാത്ത രീതിക്ക് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. വളരെ പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല വെയിലുള്ള സമയമാണ്. കുഞ്ഞുങ്ങളാണെങ്കിലും വെളിയിൽ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോകുന്ന സമയമാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇടുന്ന ഷൂ ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വിയർത്ത് നല്ല ബാഡ് സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമല്ലേ. ആ ഷൂ ഒക്കെ എപ്പോഴും നമുക്ക് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് കരുതിയിട്ട് അത് നമ്മൾ വൈകുന്നേര സമയം ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് രാവിലെ നമ്മൾ ആ ഒരു ഷൂ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ അതിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ പോയി ഷൂവിൽ നിന്ന് നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കംഫർട്ട് ഏത് ഫ്രേഗ്രൻസ് ആണെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു കൈപ്പിടി അളവ് കല്ലുപ്പിലേക്ക് 1/2 ടീസ്പൂൺ അളവിലേക്കാണ് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ധാരാളമാണ്. അതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ ന്യൂസ് പേപ്പർ കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് എൻഹാൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സേഫ്റ്റി പിൻ എടുത്ത് നന്നായിട്ടൊന്ന് തുളയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ വാർഡ്രോബിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ നമ്മൾ കരുതി വെക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടാവുന്ന ആ ഒരു പൂപ്പൽ സ്മെല്ല് അല്ലെങ്കിൽ വാർഡ്രോബിൽ ഉണ്ടാവുന്ന ആ ഒരു പൂപ്പൽ സ്മെല്ലൊക്കെ പോയി നമ്മുടെ തുണികളൊക്കെ നല്ല പുത്തനായിട്ട് നല്ല പുതുപുത്തൻ സ്മെല്ലോട് കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരുപാട് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന തുണികളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു പൂപ്പൽ മണമൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ടിഷ്യൂ പേപ്പറിൽ കരുതി വെച്ചാൽ മതിയാകും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മാസ്ക് ആണ്. നിങ്ങളുടെ കയ്യിൽ മാസ്ക് ഇല്ല എങ്കിൽ നേരിയ കോട്ടൺ തുണി കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാസ്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് മതിയാകും. ഇനി നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഇല്ല എങ്കിൽ നമ്മൾ ഏത് ഉപ്പാണോ ഉപയോഗിക്കുന്നത് അത് നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബേ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇലയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ബേ ലീഫ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഗ്രാമ്പു കൂടെ അതിന് പകരമായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കാം. അതായത് ആ ഒരു കല്ലുപ്പൊക്കെ പുറത്തേക്ക് വരാത്ത രീതിക്ക് തന്നെ നമുക്ക് ഇതുപോലൊന്ന് ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം. ഇപ്പം നമ്മൾ റെഡിയാക്കി ഈ ഒരു കിഴി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. എല്ലാവരുടെ വീട്ടിലും
വീട്ടിലും ഡെയിലി വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറില്ല. 2 ദിവസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും അധികമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാഷിംഗ് മെഷീൻ തുറക്കുമ്പോൾ നല്ല ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ടല്ലേ. ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ തുണികളിലേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഇതുപോലൊരു കിഴി നിങ്ങൾ റെഡിയാക്കി നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ എന്ത് തരം ബാക്ടീരിയ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് തരം ബാഡ് സ്മെല്ലാണെങ്കിലും അതൊക്കെ നമ്മുടെ ഈ ഒരു കല്ലുപ്പിൻ്റെ ഒരു സ്മെല്ല് കാരണം ഇല്ലാതാകും. അതുമൂലം തന്നെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയാൽ ഉണ്ടാകുന്ന അലർജി പ്രശ്നവും നമുക്ക് ഇല്ലാണ്ടാകും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ പരിപ്പൊന്നും അധികം ഉപയോഗിക്കാറുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു പരിപ്പിൽ വണ്ടും ചെള്ളൊക്കെ കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് ഇതുപോലൊന്ന് പൊടിച്ചിട്ട് നമ്മുടെ ആ ഒരു പരിപ്പ്, കടല ഇതുപോലുള്ള ധാന്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം നിങ്ങൾ കഴിഞ്ഞെടുത്താലും അതിൽ വണ്ടോ ചെള്ളോ ഒന്നും കയറി കൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ചെള്ളും വണ്ടും കയറുന്ന ഒരു സാധനമാണ് ഈ ഒരു റവ. ആ ഒരു റവയുടെ ഉള്ളിലേക്കും കുറച്ച് മാത്രം നമ്മൾ കല്ലുപ്പ് പൊടിച്ചിട്ട് ഇതുപോലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസങ്ങളല്ല മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു റവ എടുത്ത് നോക്കുകയാണെങ്കിലും വണ്ട് ചെള്ളൊന്നും കയറി കൂടാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ ആ ഒരു റവ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ തലയിൽ ഇതുപോലൊരു ഹെയർ ഡേ നിങ്ങൾ റെഡിയാക്കി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തലമുടി മുഴുവനായിട്ടും നല്ല രീതിയിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല അതുമൂലം മുടി ഡ്രൈ ആവാണ്ട് കൊണ്ട് മുടി കൊഴിഞ്ഞു പോവാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്തും ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒന്നും തന്നെ വേണ്ട. നമ്മൾ ഇതുപോലെ വെറുതെ വലിച്ചെറിയുന്ന മാതളത്തിൻ്റെ തോലും ബീട്രൂട്ടിൻ്റെ തോലും മാത്രം മതി. ഈ ഒരു മാതളത്തിൻ്റെ തോലും ബീട്രൂട്ടിൻ്റെ തോലും നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ പ്രീമച്യൂർ ഗ്രേ വേരോടെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ധാതുക്കൾ ധാരാളമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞ് ഇവിടെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു മാതളപ്പഴത്തിൻ്റെ തോലും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ തോലും നല്ല രീതിയിൽ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിൽ ഓൾറെഡി കുറച്ച് ഗ്രാമ്പു എടുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു മാതളത്തിൻ്റെ തോലും ബീട്രൂട്ടിൻ്റെ തോലും ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മുടെ മാതളത്തിൻ്റെ തോലും ബീട്രൂട്ടിൻ്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യമേ ഞാൻ വെള്ളം ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം തെളിഞ്ഞ കഞ്ഞിവെള്ളം, അതായത് ഒരുപാട് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമല്ല, നമ്മൾ കഞ്ഞിവെള്ളം എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ മേൽഭാഗം ഉണ്ടാവുമല്ലോ തെളിവുള്ള ഒരു കഞ്ഞിവെള്ളം, ആ ഒരു കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 2 ദിവസം മുമ്പ് എടുത്തു വെച്ച പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണ്. അതിൻ്റെ അടിഭാഗം അല്ലാണ്ട് കൊണ്ട് മേലെ തെളിഞ്ഞ ഒരു പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഒരു പേസ്റ്റ് നമുക്ക് മാസങ്ങളോളം തന്നെ കേടുകൂടാണ്ട് ഫ്രീസറിൽ വെച്ച് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ബാക്കിയുള്ളത് ഞാനൊരു ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രീസറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് അടുത്ത തവണ ഉപയോഗിക്കുമ്പോഴും നമുക്കിത് തന്നെ മതിയാകും. അപ്പോൾ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ഒരു കണ്ണാടി ബൗളിലേക്കൊന്ന് മാറ്റിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്ലാക്ക് ഹെന്നയാണ്. നമുക്കിതുപോലുള്ള ബ്ലാക്ക് ഹെന്നയൊക്കെ ആയുർവേദിക് ഷോപ്പിൽ ചോദിക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ഇതിൽ അമോണിയ ഫ്രീ ആണ്, കെമിക്കൽ ഇല്ലാത്ത ഇതുപോലുള്ള ആയുർവേദിക് ഹെർബൽ അടങ്ങിയിട്ടുള്ള ബ്ലാക്ക് ഹെന്നയൊക്കെ നമുക്ക് ആയുർവേദിക് ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടുന്നതാണ്. ഇതുപോലുള്ള ബ്ലാക്ക് ഹെന്നയൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രം, അതായത് ഒരു 3/4 ടീസ്പൂൺ അളവിലേക്ക് മാത്രമാണ് 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് ആ ഒരു പേസ്റ്റിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതൊന്നുമേ ഇല്ല. നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മുടെ വെള്ളമുടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. യാതൊരു അലർജിയും ഇല്ലാണ്ട് കൊണ്ട് ധൈര്യമായിട്ട് നമുക്കൊരു ഹെയർ ഡേ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വെറും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ആ ഒരു ഹെയർ ഡേ നമ്മുടെ തലയിൽ സെറ്റ് ആവുകയും ചെയ്യും. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് നിറം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെയർ ഡേ നല്ല രീതിയിൽ തന്നെ ഒരു ചീർപ്പ് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിനിറ്റുകൾ കൊണ്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്തിൽ മൈൽഡായിട്ടുള്ള സോപ്പ്, ഷാമ്പൂ എന്ത് വേണേലും ഉപയോഗിക്കാവുന്നതാണ്. മിനിമം ഒരു അരമണിക്കൂർ, അതായത് ചെറുതായിട്ട് നമ്മൾ തേച്ച ആ ഒരു ഹെയർ ഡേ നന്നായിട്ടൊന്ന് ഉണങ്ങി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്.
എൻ്റെ ഫ്രണ്ടായ ആയുർവേദിക് ഡോക്ടർ പറഞ്ഞ ഒരു കിഡിലൻ ഹെയർ ഡേ മെത്തേഡാണ് കേട്ടോ ഇത്. ഞാൻ ഒരുപാട് ഹെയർ ഡേ ഒക്കെ ട്രൈ ചെയ്ത് മടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു മെത്തേഡാണ്. ഞാനും ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഹെയർ ഡേ ചെയ്യാറ്. നല്ല രീതിയിൽ തന്നെ ഒരുപാട് ദിവസം തന്നെ എൻ്റെ മുടി നന്നായിട്ട് നാച്ചുറലായിട്ട് തന്നെ കറുപ്പായി നിൽക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടി ചെയ്യുക കേട്ടോ. ഒരുപാട് അലർജി പ്രശ്നമുള്ളവരാണ് ഈ ഒരു ഹെയർ ഡേ ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് മാത്രമേ, അതായത് ചെറിയ തോതിൽ മാത്രം നിങ്ങളുടെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തലമുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.